ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതരായ വാത്സല്യ ദൈവമക്കളെ, ലോകം രക്ഷാകരമായ ഹോശാന പെരുന്നാൾ പ്രാർത്ഥനാപൂർവം ആചരിക്കുന്ന അനുഗ്രഹീത ദിവസമാണല്ലോ ഇന്ന്. എല്ലാവർക്കും ഹോശാന പെരുന്നാളിൻ്റെ പ്രാർത്ഥന ആശംസകൾ ആദ്യമേ തന്നെ സ്നേഹപൂർവം നേരുകയാണ്. ലോകൈക രക്ഷകനായ യേശു തമ്പുരാൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അവനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ആർപ്പുവിളികളോടെ ആദരപൂർവമാണ് വരവേറ്റത്. എന്നാൽ യേശുവിനോട് താല്പര്യമില്ലാതിരുന്നവരൊക്കെ അവൻ്റെ യെരുശലേം പ്രവേശനത്തെയും അതിന് അവന് കിട്ടിയ സ്വീകാര്യതയും കണ്ടിട്ട് വല്ലാതെ അസ്വസ്ഥരായി തീർന്നു. ഇത് ഇന്നിൻ്റെ ജീവിതത്തിന് നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്ന അംഗീകാരവും ആദരവും ഒക്കെ അത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിന് മാത്രമേ സന്തോഷം സമ്മാനിക്കൂ. എത്ര വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്തുമാത്രം നന്മകൾ ഈ ലോകത്തിന് നമ്മൾ ചെയ്താലും, നമ്മളെ ഇഷ്ടപ്പെടാത്തവർ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അത് അവരിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉളവാക്കുകയും ചെയ്യും. എന്നാൽ ഹോശാന നമുക്ക് നൽകുന്ന പാഠം, ലൗകിക രക്ഷകനായ യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളോട് ചേർന്ന് നിന്നവരോടും മാത്രമല്ല, തനിക്കെതിരെ തിന്മ പ്രവർത്തിച്ചവരോടും യേശുവിൻ്റെ പ്രതികരണത്തെയാണ് നമ്മൾ ഈ ദിനം വിലമതിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു ചൊല്ലുണ്ട്: എ പേഴ്സൺ ഈസ് വാല്യൂഡ് നോട്ട് ബൈ ഹിസ് ആക്ഷൻ ബട്ട് ബൈ ഹിസ് റിയാക്ഷൻ. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം നിർണയിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തെ മാത്രം മാനദണ്ഡമാക്കി ആയിരിക്കില്ല. മറ്റൊരാളുടെ പെരുമാറ്റത്തോട് അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ കൂടെ മാനദണ്ഡമാക്കി തീർക്കേണ്ടുന്നതുണ്ട്. യേശു തന്നെ ക്രൂശിച്ചവരെ നോക്കിപ്പോലും തമ്പുരാനോട് പ്രാർത്ഥിച്ചത്, ദൈവമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമാണ്. മനുഷ്യരുടെ പെരുമാറ്റത്തിൻ്റെ മുന്നിൽ മഹത്തരമായി മാന്യതയോടെ പ്രതികരിക്കാനുള്ള ഒരു നല്ല മനസ്സ്, അത് സ്വന്തമാക്കുവാൻ ഹോശാന പെരുന്നാൾ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒപ്പം ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് അംഗീകാരവും ആദരവും കിട്ടാത്തതിൻ്റെ പേരിൽ വല്ലാതെ നൊമ്പരപ്പെടുന്നെങ്കിൽ ഓർക്കുക, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ നന്മകളിൽ സന്തോഷിക്കാൻ സാധിക്കൂ. അല്ലാത്തവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിന്മകളും ദുരന്തങ്ങളിലും മാത്രമേ സന്തോഷിക്കാനായി സാധിക്കുകയുള്ളൂ. മറ്റൊരാൾ നമ്മളെ പ്രതി സന്തോഷിക്കുന്നെങ്കിൽ അവർ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഈ ഹോശാന അനുഗ്രഹത്തിൻ്റെതാകട്ടെ, ജീവിതത്തെ കുറെ കൂടെ വിശുദ്ധീകരിക്കാൻ ഉതകുന്നതാകട്ടെ, കാഴ്ചപ്പാടുകളെ കുറെ കൂടെ വിശാലമാക്കുന്നതാക്കി തീർക്കാൻ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.